നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം പൊളിച്ചടുക്കി. കിങ് കോഹ്ലിയുടെ 53ാമത്തെ ഏകദിന സെഞ്ചുറി, ഋതുരാജ് ഗെയ്ക്വാദിൻ്റെ ആദ്യ സെഞ്ചുറി, പിന്നെ നായകൻ KL രാഹുലിൻ്റെ കിടിലൻ ഫിനിഷിങ്, രണ്ടുപേരുടെ സെഞ്ചുറി, KLൻ്റെ അർദ്ധ സെഞ്ചുറി എല്ലാം കൂടി വന്നപ്പോൾ ടീം ഇന്ത്യ 5 വിക്കറ്റ് നഷ്ടത്തിൽ 358 റൺസാണ് റായ്പൂർ ഏകദിനത്തിൽ അടിച്ചിരിക്കുന്നത്. ഇന്ത്യ സൗത്ത് ആഫ്രിക്ക 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിലെ 2ാം മത്സരം ഇന്ത്യയുടെ ഇന്നിങ്സ് കഴിഞ്ഞിരിക്കുന്നു. പതിപോലെ ടോസ് നമുക്ക് നഷ്ടമായി. സൗത്ത് ആഫ്രിക്ക ബോൾ ചെയ്യാൻ തീരുമാനിച്ചു. ക്രീസിലേക്ക് ഇറങ്ങിയിട്ട് അങ്ങ് പൊളിച്ചെടുക്കുന്ന ഇന്ത്യൻ ബാറ്റർമാരെ. യശസ്വി ജയ്സ്വാളും രോഹിത് ശർമ്മയും മികച്ച രൂപത്തിൽ തുടങ്ങി 40 റൺസിൻ്റെ കൂട്ടുകെട്ടുണ്ടാക്കി. എന്നാൽ രോഹിത് കഴിഞ്ഞ കളിയിൽ മികച്ച പ്രകടനം നടത്തി. ഈ കളിയിൽ അദ്ദേഹം 8 പന്തുകളിൽ നിന്ന് 3 ഫോറിൻ്റെ സഹായത്തോടെ 14 റൺസ് എടുത്ത് മടങ്ങി. യശസ്വി ജയ്സ്വാൾ 38 പന്തുകളിൽ നിന്ന് 22 റൺസ് എടുത്ത് മടങ്ങി. പിന്നെയാണ് കോഹ്ലിയും ഋതുവും ചേർന്നുള്ള ഒരു മാസ്മരിക കൂട്ടുകെട്ട് നമ്മൾ കണ്ടത്. രണ്ടുപേരും ഒന്നിനൊന്നും മെച്ചം എന്ന രൂപത്തിലാണ് അടിച്ചു പോയത്. ഋതുരാജ് ഗെയ്ക്വാദ് 83 പന്തുകൾ, 12 ഫോറും 2 സിക്സറുകളും അടക്കം 105 റൺസിൻ്റെ ഗംഭീര ഇന്നിങ്സാണ് കളിച്ചത്. തീർച്ചയായിട്ടും അദ്ദേഹം അർഹിച്ച സ്ഥാനം അദ്ദേഹത്തിന് ഇതുവരെ ലഭിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അതിനുള്ള മറുപടി ഇനി മുതൽ അങ്ങ് ലഭിക്കുമെന്ന് തന്നെ കരുതാം. ഒരു പ്രത്യേക സിറ്റുവേഷനാണ്. T20 അദ്ദേഹത്തിന് ഓസ്ട്രേലിയക്കെതിരെ സെഞ്ചുറി ഉണ്ട്. ഇപ്പോൾ സൗത്ത് ആഫ്രിക്കക്കെതിരെ ODIയിൽ സെഞ്ചുറി ഉണ്ട്. 17 ലിസ്റ്റ് 100s ഉള്ള ആളാണ് ഋതു. 87 ഇന്നിങ്സുകളിൽ നിന്നാണ് അത് വന്നത്. നോക്കുക, ODIയിൽ അത്ര ലോങ് ഓപ്പർച്യൂണിറ്റീസ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. അദ്ദേഹം ഓപ്പണറാണ്, പക്ഷേ നമ്പർ 4ലാണ് ഇവിടെ ബാറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. എന്നിട്ട് മിന്നും പ്രകടനം അങ്ങ് നടത്തി. ഋതു 77 പന്തുകളിലാണ് സെഞ്ചുറി കുറിച്ചതെന്ന കാര്യം ശ്രദ്ധിക്കുക. വാട്ട് എ പ്ലെയർ. അവൻ കിടിലനായിട്ട് മടങ്ങിയെത്തിയിരിക്കുകയാണ്. ഏതായാലും 83 പന്തുകൾ, 105 റൺസ്. പിന്നെ കിങ് കോഹ്ലിയെക്കുറിച്ച് എന്ത് പറയാനാ? അദ്ദേഹം കൂടുതൽ മികവിലേക്ക് പോകുന്നു. ദിസ് ഈസ് പീക്ക് എന്ന് പറയണം. 2027 വേൾഡ് കപ്പിലേക്ക് അദ്ദേഹം കൃത്യമായിട്ട് കണ്ണുവെച്ചിട്ടുണ്ട്. 83 പന്തുകൾ, 12 ഫോറും 2 സിക്സറും അടക്കം 105 റൺസാണ് അദ്ദേഹം കുറിച്ചത്. അദ്ദേഹത്തിൻ്റെ ഏകദിനത്തിൽ 53ാം സെഞ്ചുറി, അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ 84ാമത്തെ സെഞ്ചുറി. രണ്ടുപേരും മടങ്ങിയതിന് ശേഷം KL രാഹുലിൻ്റെ ഒരു കിടിലൻ ഫിനിഷിംഗ് ഉണ്ട്. അതിനിടയ്ക്ക് വാഷിംഗ്ടൺ സുന്ദർ 1 റൺസുമായിട്ട് റണ്ണൗട്ടായിട്ട് മടങ്ങി. ജഡേജ 27 പന്തുകൾ, 2 ഫോറിൽ സഹായത്തോടെ 24 റൺസുമായിട്ട് പുറത്താകുന്നു. KL രാഹുൽ പൊളിച്ചടുക്കിയാണ് ഫിനിഷ് ചെയ്തത്. ഓപ്പണർ ആവണോ? ആ ഘട്ടത്തിൽ ഓപ്പൺ ചെയ്യാറുണ്ട് രാഹുൽ. മിഡിൽ ഓർഡർ കളിക്കണോ? അവിടെ കളിക്കാറുണ്ട്. ഫിനിഷർ റോൾ വേണോ? അതും ചെയ്യും. യെസ്, അദ്ദേഹം 43 പന്തുകൾ, 6 ഫോറും 2 സിക്സും അടക്കം 66 റൺസാണ് കുറിച്ചത്. ഏതായാലും 359 എന്ന വമ്പൻ ടാർഗറ്റാണ് ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയുടെ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. എന്തായാലും ടീം ഇന്ത്യ ഈ കളി വിജയിക്കുമെന്ന പ്രതീക്ഷയോടെ ഇന്ത്യയുടെ ബൗളിങ്ങിനായിട്ട് കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.